ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കല്യാണ വീട്ടിലെ നെയ്ച്ചോറ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. അതിൻ്റെ ആ ഒരു മണവും ഫ്ലേവറൊക്കെ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി എടുത്ത് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ 4 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുക്കുന്നത്. നമ്മുടെ എപ്പോഴും ആ ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അരി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ബസ്മതി വെച്ചിട്ടും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആ ഒരു ബസ്മതി വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഞാനിത് 250 ml മെഷറിംഗ് കപ്പിൽ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രാം അളവ് പറയുകയാണെങ്കിൽ 800 ഗ്രാമോളം വരും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇപ്പോൾ കഴുകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളം തിളക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒന്ന് കഴുകി വെച്ചാൽ മതി. അപ്പോൾ ജീരകശാല അരി എല്ലാവർക്കും അറിയാമല്ലോ, ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അരിയാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക മണമാണല്ലോ ഈ ഒരു അരിക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ്, നമ്മുടെ RKG ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കല്യാണ വീട്ടിൽ ഡാൽഡയൊക്കെയാണ് യൂസ് ചെയ്യുക, പക്ഷേ അത്ര ഹെൽത്തിന് നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിക്ക് കാണിക്കുന്നത്. പിന്നെ നമുക്ക് സെയിം അളവ് തന്നെ 4 ടേബിൾ സ്പൂൺ ഓയിലില്ലേ, നമ്മുടെ സൺഫ്ലവർ, അതും കൂടി ചേർത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ഒരു സ്റ്റെപ്പൊക്കെ എല്ലാവർക്കും അറിയുന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ സ്പീഡായിട്ട് കാണിക്കുന്നത്. പിന്നെ കുറച്ച് അളവിൽ നമ്മുടെ മുന്തിരിയില്ലേ, ഉണക്കമുന്തിരി, അതും കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നീരതായിട്ട് നീളത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്നില്ല, ആ സെയിം രീതി തന്നെ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് കൈ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കിടെ ഇളക്കിയിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുന്ന സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സവാള ഒരുപാട് കളർ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ആണ് ചിലവർ നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കളർ മൊത്തത്തിലങ്ങ് മാറിപ്പോകുന്നില്ലേ, അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്യൂർ വൈറ്റ് കളറിൽ നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ ആ സെയിം കളറിൽ തന്നെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുന്ന സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ നോക്കുക. കാരണം കുറച്ച് സമയം നമ്മൾ പുറമേ വെച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടി കളർ മാറും കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഏകദേശം 4 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, അതുപോലെ തന്നെ 3 ചെറിയ പീസ് അളവിൽ പട്ട കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നെയ്യിലങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓവർ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കേണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കീറിട്ട് കൊടുക്കാം. അതായത് മൊത്തത്തിലായിട്ട് നടുവേ കട്ട് ചെയ്തെടുക്കരുത്, ഒരു പകുതി പോർഷനോളൊന്ന് കീറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവായിട്ട് വരുമോ ഇല്ല, എന്നാൽ നല്ല ഫ്ലേവറും മണമൊക്കെ നമുക്ക് ഈ ഒരു നെയ്ച്ചോറിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണേ, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 4-5 ഇല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടരുത്, കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്തിനാ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വല്ലാതെ ടേസ്റ്റ് വരില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ലൊരു മണവും ഫ്ലേവറും മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ ആ ഒരു മസാലയുടെ ടേസ്റ്റൊന്നും മുന്നിൽ നിൽക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നെയ്ച്ചോറിലേക്ക് വേണ്ടുന്ന. അപ്പോൾ നമ്മൾ 4 കപ്പ് അരിയല്ല ആദ്യം എടുത്ത് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 8 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 1-ന് 2 കപ്പ് എന്നുള്ള രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്. പിന്നെ ചില അരിക്ക് ചെറിയ ചെറിയ അളവിൽ, വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാറുണ്ട് കേട്ടോ, കൈമ റൈസൊക്കെ എടുക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന അരിയാകുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, നോക്കിയിട്ട് ചെയ്യുക കേട്ടോ വെള്ളത്തിൻ്റെ അളവ്. ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് തന്നെ ഉപ്പിട്ട് കൊടുക്കണേ, എങ്കിലേ ചോറ് ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് ബാലൻസായി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതന്നെ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വെള്ളം തിളക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കുന്ന സമയമില്ല, ആ ഒരു ടൈമിൽ മാത്രം റൈസ് കഴുകിയെടുത്തിട്ട് ഊറ്റി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ മുന്നേ കഴുകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങനെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അരി ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കുഴഞ്ഞ പോലെയാവും, വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിള വരാൻ തുടങ്ങിയല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ഒന്ന് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ വെള്ളം കണ്ടില്ല, അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. എന്നാലും റൈസിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെള്ളം കാണാനുണ്ട് അല്ലേ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മുകൾ ഭാഗം വീണ്ടും നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ബാക്കി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 8-9 മിനിറ്റൊക്കെ വേണ്ടുള്ളൂ കേട്ടോ നമ്മുടെ ഗീ റൈസ് റെഡി ആവാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയുന്നില്ലേ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയി കേട്ടോ. 8-9 മിനിറ്റേ വേണ്ടുള്ളൂ, മാക്സിമം പോയാൽ 10 മിനിറ്റ്, അതിലപ്പുറമൊന്നും വേണ്ട കേട്ടോ, വേഗം റെഡിയാവും. അപ്പോൾ ഇതുപോലെ ഇതാ നല്ലപോലെ അങ്ങ് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ അരിയൊന്നും കുഴഞ്ഞു പോകും, അടിയിൽ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്കൊരു സ്റ്റെപ്പ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, കല്യാണ വീട്ടിലെ നെയ്ച്ചോറിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത അവർ ചെറുതായിട്ട് ദം ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് ഇതുപോലെ ലാസ്റ്റ് റെഡിയായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മുകൾ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ, എല്ലാ സൈഡിലായിട്ട്. അതിനുശേഷം കുറച്ച് നെയ്യും കൂടി കുറച്ച് നെയ്യ് മതി കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇട്ടതാണല്ലോ. കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലൊക്കെ അവിടെ ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് സെർവ് ചെയ്താൽ മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ മറക്കണ്ടേ. അങ്ങനെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല പോലത്തെ ഒരു മണമാണ് കേട്ടോ ഇത്. അടുപ്പ് തുറക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മണവും ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു റൈസിന്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സവാള കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിലിട്ടില്ലേ, അതൊക്കെ കൂടി മിക്സ് ചെയ്യണം കേട്ടോ, എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് നമുക്കിതുപോലെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു നെയ്ച്ചോറിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചില കല്യാണ വീട്ടിൽ നിന്നൊക്കെ നെയ്ച്ചോറ് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ക്യാരറ്റും കൂടി ദം ചെയ്യുന്ന സമയത്ത് ഇടും കേട്ടോ. നമ്മൾ അങ്ങനെ ഇടാറില്ല, ചിലവിടുന്ന് കാണാറുണ്ട് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ മിക്സായിട്ട് ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കളറ് കണ്ടാൽ തന്നെ ശരിക്കും കഴിച്ചു പോകും കേട്ടോ. പിന്നെ ആ ഒരു മണവും ദം ചെയ്യുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഉള്ള മണമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഒട്ടും തന്നെ ചോറൊന്നും കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല, വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്